ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള അത്തച്ചമയ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇത് 2ാം ദിവസമാണ്. ചിത്തിരയാണ് ഇന്ന്. പൊൻചിത്തിര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അതോടൊപ്പം ഇന്നലെ ഞാൻ അത്തച്ചമയ വിശേഷങ്ങളായിരുന്നു നമ്മുടെ ഇന്നലത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണുക. പൊന്നോണത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് ചിത്തിരയാണ്. ഇന്ന് ചിത്തിരയുടെ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മക്കളെ കൂടി വെക്കും. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, മുഷട്ട, സ്പെഷ്യലായിട്ട് ഇന്ന് വെള്ള പുഷ്പങ്ങൾ കൊണ്ടാണ് കൂടുതലും അലങ്കരിക്കുന്നത്. തുമ്പ, തുളസി, ചന്ദനം, വെള്ളപുഷ്പങ്ങളാണ് കൂടുതലും. ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം ഇതാണ്. പിന്നെ ഒരു മക്കളെ കൂടി വെക്കും. അങ്ങനെ ഇന്ന് 2 ദിവസം 2 മക്കളായി. ഇന്ന് ചിത്തിര സ്പെഷ്യൽ ആയതുകൊണ്ട് കാബൂസ് വേൾഡിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മധുര പച്ചടിയാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ, തേങ്ങ, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, തൈര്, കടുക്, കറിവേപ്പില. അപ്പോൾ ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് തേങ്ങയും പച്ചമുളക്, അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് ആ ഒരു പരുവം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. കടുക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതങ്ങ് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. ഇത് അടിച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് ഈ 1 കപ്പ് അളവാണ് ഞാൻ പൈനാപ്പിൾ എടുത്തത്. നല്ല മധുരം ഉണ്ടായിരുന്നു പൈനാപ്പിളിൽ. പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ പൈനാപ്പിളിന് ഓൾറെഡി മധുരം ഉണ്ടായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതധികം കുക്കിംഗ് ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പച്ചടിയല്ലേ, കുറച്ച് പച്ച കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കിട്ടിയ തൈര്, നല്ല കട്ട തൈരായിട്ട് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മത്ത് വെച്ച് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അവസാനം കടുക് താളിക്കുകയാണ്. കടുക് താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കടുക് താളിച്ചത്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓണം ടൈമിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.